സിനിമാ വ്യവസായത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെയും മുൻവിധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതിൽ പ്രവർത്തിക്കുന്ന അഭിനേതാക്കളെ സംബന്ധിച്ച് നിസ്സാര കാര്യമല്ല. അവിടെയെല്ലാം പൊരുതി കഴിവ് തെളിയിച്ച് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ ഒരു അഭിനേത്രിയുണ്ട് മലയാളത്തിൽ. 4 പതിറ്റാണ്ടിലേറെ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച ആ പ്രതിഭയ്ക്ക് രേവതിക്ക് ഇന്ന് 59-ാം പിറന്നാൾ. 1966 ജൂലൈ 8-നാണ് ആശാ കേളുണ്ണി നായർ എന്ന രേവതി ജനിച്ചത്. 7-ാം വയസ്സ് മുതൽ ഭരതനാട്യ പഠനം തുടങ്ങി. 1979 ചെന്നൈയിൽ വെച്ച് അരങ്ങേറ്റം നടത്തി. ഒരു മോഡൽ ഷൂട്ടിലുണ്ടായ ഫോട്ടോ കണ്ട് സംവിധായകൻ ഭാരതിരാജയാണ് മൺവാസന എന്ന ചിത്രത്തിലേക്ക് നായികയായി രേവതിയെ വിളിക്കുന്നത്. 17-ാം വയസ്സിലായിരുന്നു രേവതിയുടെ ആദ്യ ചിത്രം തന്നെ രേവതിക്ക് ഫിലിംഫെയർ അവാർഡും നേടിക്കൊടുത്തു. പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ശ്രദ്ധേയമായ വേഷങ്ങൾ. മൺവാസന റിലീസായ അതേ വർഷം കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറ്റം. 1986 മൗനരാഗം എന്ന സിനിമയിലൂടെ മണിരത്നത്തിൻ്റെ നായിക. 88 കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്ന സിനിമയിലൂടെ മലയാളത്തിലെ ഇഷ്ടനടിയായി രേവതി മാറി. ഇതിനിടയിൽ തന്നെ തമിഴിൽ രജനികാന്തിൻ്റെയും കമലഹാസൻ്റെയും നായികയായി രേവതി സ്ക്രീനിലെത്തി. തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരം ഉൾപ്പെടെയുള്ളവ അവരെ തേടിയെത്തി. 1991 പുറത്തു വന്ന കിലുക്കമാണ് രേവതിയുടെ കരിയറിലെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ. മോഹൻലാലും ജഗതിയും ഇന്നസെന്റും തിലകനുമെല്ലാം തകർത്തഭിനയിച്ച സിനിമയിൽ രേവതിയും ഒരത്ഭുതമായിരുന്നു. ഇതിനിടയിൽ സൽമാൻ ഖാനൊപ്പം ബോളിവുഡിലും അവർ ജോഡിയായി. 1992 പുറത്തു വന്ന തേവർ മകൻ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം രേവതിക്ക് നേടിക്കൊടുത്തു. അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലും രേവതി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. രേവതി സംവിധാനം ചെയ്ത മിത്ര മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിന് മികച്ച ഇംഗ്ലീഷ് ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇതിനെല്ലാം പുറമെ സിനിമാ ഇൻഡസ്ട്രിയെ സംബന്ധിക്കുന്ന പൊതുവിഷയങ്ങളിലും കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് രേവതി. WCC എന്ന സംഘടനയുടെ അംഗമായും ശബ്ദമായും നമ്മൾ രേവതിയെ കണ്ടു. 2022 ഭൂതകാലം എന്ന സിനിമയിലൂടെ രേവതി വീണ്ടും വിസ്മയിപ്പിച്ചു. ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും അവർ നേടി. 40 വർഷത്തെ കരിയറിന് ശേഷമാണ് അവരെ ആ പുരസ്കാരം തേടിയെത്തുന്നത്. പുരസ്കാരവേദിയിൽ അവാർഡ് കയ്യിൽ നിന്ന് വിടാതെ രേവതി പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. ഈ അവാർഡ് ഞാൻ എനിക്ക് തന്നെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ അർഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മുഴങ്ങിക്കേട്ട കയ്യടി ദേവാസുരത്തിലെ ഭാനുമതിക്കും കിലുക്കത്തിലെ നന്ദനിക്കും സർവോപരി രേവതി എന്ന കലാകാരിക്കും ജനങ്ങൾ നൽകിയ അംഗീകാരമായിരുന്നു. വർഷങ്ങൾ എത്ര എടുക്കേണ്ടി വന്നാലും അധ്വാനത്തിന് അർഹിച്ച അംഗീകാരം തേടിയെത്തും എന്നതിന് തെളിവ് തന്നെയായിരുന്നു ആ വേദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രേവതിയുടെ കഥാപാത്രം കമൻറ്റ് ചെയ്യും.